ഒടുവിൽ വയനാട്ടിലെ ആ അതിദാരുണമായ ഉരുൾപൊട്ടലിനെ തീവ്ര ദുരന്തമായി അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. അങ്ങനെ കേരളത്തിന് കേന്ദ്രത്തിൻ്റെ വയനാട് തീവ്ര ദുരന്ത സർട്ടിഫിക്കറ്റും ലഭിച്ചു കഴിഞ്ഞു. ഏറെക്കാലത്തെ സമ്മർദ്ദത്തിനും അഭ്യർത്ഥനകൾക്കും ശേഷമാണ് കേന്ദ്ര സർക്കാർ വയനാട് ദുരന്തത്തെ ഇപ്പോൾ തീവ്ര ദുരന്തമായി തന്നെ പരിഗണിച്ചത്. സംസ്ഥാന റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് അയച്ച കത്തിലാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത ഇക്കാര്യം അറിയിച്ചത്. ഇനി സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും വയനാട് ഉരുൾപൊട്ടലിനെ തീവ്ര ദുരന്തമായി കണക്കാക്കും. കേന്ദ്രത്തിന് മേൽ കേരള സർക്കാർ ചെലുത്തിയ ശക്തമായ സമ്മർദ്ദം ഫലം കാണുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഈ കത്തെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ ഇതാണ് നടപടിക്രമം, ഇതുവരെ കാക്കാനാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെട്ടതെന്നാണ് കേന്ദ്ര BJP സർക്കാർ നൽകുന്ന വിശദീകരണം. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറ്റൊരു വാഗ്ദാനം കൂടി പാലിച്ചിരിക്കുന്നു. എന്തൊക്കെ പുകലാണ് ഇടത് സർക്കാർ വയനാടിന് വേണ്ടി കാട്ടിക്കൂട്ടിയതെന്നൊക്കെ പ്രതിപക്ഷവും BJPയും ഒക്കെ ചോദിക്കും. ഒടുവിൽ ആവശ്യങ്ങൾ പരിഗണിച്ച് ചട്ടങ്ങൾ പ്രകാരം അതിൻ്റെ വഴിയെ തന്നെ വയനാട്ടിലെ ദുരന്തത്തെ തീവ്ര ദുരന്തമായി അംഗീകരിച്ച് കത്തയച്ചത് BJP നൽകിയാലും അത് കേരളം പൊരുതി നേടിയാലും അതൊരു കേരളത്തിൻ്റെ അംഗീകാരം തന്നെയാണ്. നരേന്ദ്രമോദി വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ലഭിക്കേണ്ട ധനസഹായം വയനാടിൻ്റെ പുനരധിവാസത്തിനായി വാങ്ങിയെടുക്കുക തന്നെ വേണം. അത് കേരള സർക്കാർ തന്നെയാണ്. കേരള സർക്കാരിൻ്റെ ഇടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ആ തുക കൃത്യമായ കണക്കുകൾ നൽകി വാങ്ങിയെടുക്കുക എന്നത്. കിട്ടിയ ഉത്തരവും ഫ്രെയിം ചെയ്ത് നോക്കിയിരുന്നാൽ കേന്ദ്രം എന്തെങ്കിലുമൊക്കെ അനുവദിക്കുന്നത് നോക്കി ചട്ടപ്രകാരം നോക്കിയിരിക്കേണ്ടി വരും. അത് ഓർക്കണം ഇവിടെയുള്ളവർ. അമിത്ഷായെ കണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിനിടെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് കേരളത്തിലെ BJP ഒഴികെയുള്ള MP-മാർ ഏറ്റവും ഒടുവിലൊരു നിവേദനം നൽകിയത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ MP-മാർക്ക് പ്രത്യേകിച്ച് വയനാടിൻ്റെ MP പ്രിയങ്ക വദ്രയ്ക്ക് ലഭിച്ച ഒരു അംഗീകാരം തന്നെയാണ് ഈ വയനാടിനുള്ള തീവ്ര ദുരന്ത സർട്ടിഫിക്കറ്റ്. ഒന്നും രണ്ടുമല്ല, 300-ൽ പരം മനുഷ്യജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞതെന്ന് അമിത്ഷായെയും അതുവഴി കേന്ദ്രത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ വീണ്ടും ബോധ്യപ്പെടുത്താൻ കേരളത്തിൻ്റെ MP-മാർക്കായി. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യൻ്റെയും ഇടപെടൽ കൂടിയായതോടെ കേരളത്തിന് ലഭിച്ച അംഗീകാരത്തിൽ എല്ലാവർക്കുമുള്ള അർഹത ലഭിച്ചിരിക്കുന്നു. ഇനി ഇത് പ്രകാരമുള്ള തുക നേടിയെടുക്കാനും ഈ കൂട്ടായ ശ്രമങ്ങൾ വേണമെന്നാണ് കേരളത്തിൻ്റെ നിലപാട്. മേപ്പാടി ഉരുൾപൊട്ടൽ തീവ്ര ദുരന്തമായി അംഗീകരിച്ചിട്ടുണ്ടോ എന്നതിൽ സ്ഥിരീകരണം തേടിക്കൊണ്ട് ടിങ്കു ബിസ്വാൾ ഡിസംബർ 28-ന് കേന്ദ്രത്തിലേക്ക് വീണ്ടും കത്തയച്ചിരുന്നു. ഇതിൻ്റെ മറുപടിയായാണ് കേന്ദ്രം ഇപ്പോൾ വയനാട്ടിലേത് തീവ്ര ദുരന്തമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി മുതലുള്ള എല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും വയനാട് ഉരുൾപൊട്ടലിനെ തീവ്ര ദുരന്തമായി കേന്ദ്രം കണക്കാക്കുമെന്നും ഉറപ്പുണ്ട്. വയനാട് ദുരന്തം സംബന്ധിച്ച് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും പാർലമെൻറ്റടക്കം പല കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഇതുവരെ കേരളത്തിന് കാണാനും പറ്റിയില്ല, ലഭിച്ചുമില്ല. എന്നാൽ ഇപ്പോഴാണ് അങ്ങനെയൊരു കേന്ദ്രത്തിൻ്റെ ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. തീവ്ര സ്വഭാവത്തിലുള്ള ദുരന്തമാകുമ്പോഴും ഉരുൾപൊട്ടൽ പോലെ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം സംസ്ഥാനത്തിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും കണ്ടെത്താമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. വ്യവസ്ഥാപിത നടപടിക്രമത്തിനനുസൃതമായി കേന്ദ്ര മന്ത്രിതല സമിതിയുടെ പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഘട്ടം ഘട്ടമായി പൂർത്തിയ ശേഷമാണ് കൂടുതൽ സഹായം വേണമെങ്കിൽ ഈ നിധിയിൽ നിന്നും അനുവദിക്കുമെന്ന് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനുശേഷമാണ് വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ തീവ്രതയും വ്യാപ്തിയും ഒന്നുകൂടി കണക്കിലെടുത്ത് കേന്ദ്ര മന്ത്രിതല സമിതി തീവ്ര ദുരന്തമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇപ്പോൾ സംസ്ഥാനത്തെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും പന്ത് ഇടത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. ഇനി എന്തൊക്കെയാണ് കേന്ദ്രം ചട്ടപ്രകാരം ഈ തീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതിൻ്റെ അതിൻ്റെ ചട്ടപ്രകാരം നൽകേണ്ടത് കേരളത്തിന്? അത് കൃത്യമായി ചോദിച്ചു വാങ്ങാൻ ആർജവം കാണിക്കേണ്ടത് MP-മാരല്ല, സംസ്ഥാന സർക്കാർ തന്നെയാണ്.